ഐന്യൂസ് ചാനൽ സംഘടിപ്പിക്കുന്ന വാർത്താധിഷ്ഠിത പരിപാടിയായ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിലെ പുത്തൻകുരിശ് ഡിവിഷനിൽ നിന്ന് മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി ശ്രീ ബെന്നി പുത്തൻവീടനാണ് ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത്. താങ്കൾ കഴിഞ്ഞ 10 വർഷക്കാലം വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ ഒരു മെമ്പറായി പ്രവർത്തിച്ചു. ആദ്യം താങ്കൾക്ക് നറുക്കെടുപ്പിലൂടെ കിട്ടിയ ഒരു ഭാഗ്യം, ആ ഭാഗ്യത്തിൽ നിന്ന് താങ്കൾ ആരംഭിച്ച പാർലമെന്ററി സംവിധാനത്തിലേക്ക് താങ്കൾ ആദ്യത്തെ ചുവടുവെപ്പായിരുന്നു. ആ ചുവടുവെപ്പിൽ നിന്ന് താങ്കൾ 10 വർഷക്കാലം ഇവിടുത്തെ മെമ്പറായി പ്രവർത്തിക്കുവാനും ജനങ്ങളോടൊപ്പം നിൽക്കുവാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ആ പഞ്ചായത്തിൽ ഓടി വരുന്ന എല്ലാവരെയും ചിരിച്ച മുഖത്തോടു കൂടി താങ്കൾ അകത്തു കൊണ്ടുപോയി ആ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരുമായവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അവരോടൊപ്പം നിന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹരിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത്. താങ്കൾ ഈ വടവോട് പുത്തൻകുരിശ് പഞ്ചായത്തിൻ്റെ ഏത് വാർഡിൽ നിന്ന് മത്സരിച്ചാലും താങ്കൾ ജയിക്കുമെന്നാണ് ഇവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ പാർട്ടിയുടെ UDFന്റെ ഉറച്ച കോട്ടയായ പുത്തൻകുരിശ് 17-ാം നമ്പർ ഡിവിഷനിൽ നിന്നും ഇപ്പോൾ സ്ഥാനാർത്ഥിയായി താങ്കളെ പാർട്ടി ഒരു പുതിയ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തു തോന്നുന്നു പ്രചരണ പരിപാടിയുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ? അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആദ്യത്തെ 5 വർഷം രാജർഷി വാർഡിൽ ഞാൻ കടന്നു വരുമ്പോൾ ഒരു അങ്കണവാടി പോലും കുട്ടികൾക്ക് പഠിക്കത്തക്ക രീതിയിലുള്ള അങ്കണവാടി ആയിരുന്നില്ല. അതിന് ആദ്യമേ തന്നെ ഞാൻ അതിൻ്റെ സ്ഥലങ്ങൾ കണ്ടെത്തി, പുറമ്പോക്കുകൾ കണ്ടെത്തി, പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി, അളന്ന് തിട്ടപ്പെടുത്തി സർക്കാരിൻ്റെ CSR ഫണ്ട്, കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് രാജർഷി വാർഡിലെ ഒരു വലിയ മാസ്റ്റർ പ്രൊജക്റ്റായിരുന്നു ഒരു എറണാകുളം ജില്ലയിൽ ആദ്യമായിട്ട് ഒരു AC അംഗനവാടി കൊണ്ടുവരിക എന്നുള്ളത്. അത് ഞാൻ കൊച്ചിൻ റിഫൈനറിയുടെ CSR ഫണ്ട് ഉപയോഗിച്ച് 25 ലക്ഷം രൂപയോളം ഉപയോഗിച്ച് ഒരു AC അംഗനവാടി 10 സെൻറ്റ് സ്ഥലത്ത് ഒരു വീടിൻ്റെ അത്രയും വിസ്തൃതിയിൽ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഇരിക്കാനും പാടാനും ആടാനും അവരുടെ മാനസിക ഉല്ലാസത്തിനും വളർച്ചയ്ക്കും വേണ്ടി ആ AC അംഗനവാടി വളരെയധികം പ്രയോജനപ്പെട്ടു. അന്ന് രാജർഷി വാർഡിൽ അംഗനവാടിയിൽ 7 കുട്ടികളുണ്ടായിരുന്നെങ്കിൽ ഇന്ന് 27-30 കുട്ടികൾ ഉണ്ട്. ആ ഒരു രീതിയിലേക്ക് ആ അംഗനവാടിയെ മെച്ചപ്പെടുത്തി സമൂഹത്തിനൊരു മാതൃകാ പദ്ധതിയായി കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞു. രണ്ടാമത്തെ പ്രോജക്റ്റ് നമുക്കറിയാം, പെരിയാർ വാലി കനാൽ കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് ഒരു കാണിനാട് പോലുള്ള പ്രദേശത്തും വടവോട് പോലുള്ള പ്രദേശത്തിലേക്ക് ജനങ്ങൾ കടന്നു വരുന്നത്. അവരുടെ ആ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ മാറ്റങ്ങൾ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ 2 ക്ഷേത്രങ്ങൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുണ്ടായിരുന്നു. അയ്യങ്കുഴി ക്ഷേത്രം, അവിടെ ആ ക്ഷേത്രത്തിൽ ആളുകൾക്ക് പോകാനൊക്കെ വളരെ ചുറ്റി പീച്ചിങ്ങച്ചിറ വഴി വരേണ്ട ഒരു അവസ്ഥയിലേക്കായിരുന്നു. അവിടെ ഞാൻ നല്ലൊരു പാലം എറണാകുളം ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോടു കൂടി കൊണ്ടുവന്ന് മാതൃകാപരമായ ഒരു പാലം ആദ്യമേ എനിക്ക് തുടങ്ങാൻ കഴിഞ്ഞു, പൂർത്തിയാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം രണ്ടാമത് ഞാൻ തുകലശ്ശേരി പാലം എന്ന് പറയുന്ന വലിയൊരു 20 ലക്ഷം രൂപയുടെ പ്രൊജക്റ്റായിരുന്നു ആ പാലം. അത്ര മനോഹരമായിട്ട് നല്ല മോഡൽ വെൽമൗത്തൊക്കെ ഇട്ട് 2 സൈഡിലേക്കും വണ്ടി തിരിക്കാവുന്ന രീതിയിൽ ഒരു മാതൃകാപരമായിട്ട് ഒരു പാലം, രണ്ടാമത്തെ പാലം കൊണ്ടുവന്നു. മൂന്നാമത് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഒരു മുപ്ലാശ്ശേരി താഴം നായർകുളം എന്നുള്ള വലിയൊരു ജലസ്രോതസ്സുണ്ട്. അതിലേക്ക് ജനങ്ങൾക്ക് പ്രവേശിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു, പാടത്തൂടെ നടന്നു വരണമായിരുന്നു. അവിടെ ഞാനൊരു പാലവും, കനാൽ ക്രോസ് ചെയ്തൊരു പാലവും ഒരു റോഡും പുതിയത് ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ആ മേഖലയിലെ കാർഷിക ആവശ്യങ്ങൾക്ക് ടില്ലർ, ട്രാക്ടർ പോലുള്ള മെഷീനറി കൊണ്ടുവരാനും കൊയ്ത്ത് മെതിയന്ത്രം വരുവാനും ഒപ്പം ആ പ്രദേശത്തെ ഈ നായർകുളം എന്ന് പറഞ്ഞ ജലസ്രോതസ് പൊതുജനത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനും പറ്റിയെന്നുള്ളത് വലിയൊരു നേട്ടം തന്നെയാണ്. ഒത്തിരി വീടുകൾ ചോർന്നൊലിച്ച് ഓടിട്ട വീടുകളുണ്ടായിരുന്നു. എൻ്റെ ഏറ്റവും ഫസ്റ്റ് പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വാർഡിലുള്ള ഓടിട്ട വീടുകളുടെ എണ്ണം എടുത്തിട്ട് മാക്സിമം ഫണ്ട് ഉപയോഗിച്ച് അവർക്കെല്ലാം മെയിൻ്റനൻസ് കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ പദ്ധതി. കാരണം എല്ലാവരും വലിയ വലിയ മാളികകളിലും ഒക്കെ കിടക്കുമ്പോൾ, വലിയ വലിയ വീടുകളിൽ കിടക്കുമ്പോൾ പാവപ്പെട്ട സാധാരണക്കാരും കർഷകനും കർഷക തൊഴിലാളിയും ചോർന്നൊലിച്ച വീട്ടിൽ കിടക്കുന്ന അവസ്ഥ എൻ്റെ വാർഡിൽ ഉണ്ടാവരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതെനിക്കൊരു അനുഗ്രഹമായി തീർന്നു പിന്നീടുള്ള എൻ്റെ പ്രവർത്തനങ്ങളിൽ. അപ്പോൾ ഇന്നും അവരെ ആ വീടുകളിലൊക്കെ എന്ത് ആവശ്യത്തിനും എന്ത് സന്തോഷത്തിലും അവരൊക്കെ എന്നെ വിളിച്ച്, എന്നെയായിരിക്കും ആ വീട്ടിലെ ഒരാളെ പോലെ, ഒരു അംഗത്തെ പോലെ എന്നെ ഇന്നും ആവശ്യങ്ങൾക്ക് ക്ഷണിക്കുന്നു. എനിക്ക് വളരെ സന്തോഷമാണ്. കാരണം പൊതുപ്രവർത്തന രംഗത്ത് ഒരു മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ രാജർഷി വാർഡിൽ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ഞാൻ ഈ 5 വർഷം രാജർഷി വാർഡിലെ പ്രവർത്തനം എന്നെ ഉറ്റുനോക്കുന്ന ഒരു സമൂഹം ചുറ്റുമുള്ള വാർഡുകളിൽ ഉണ്ടായിരുന്നു. അവരെല്ലാം ഞാൻ ഏത് വാർഡിലേക്ക് വരണം, എല്ലാ വാർഡിലേക്കും എന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ഞാൻ 2020-25 കാലഘട്ടത്തിൽ 20-ൽ നടന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ തൊട്ടടുത്ത വാർഡായ കാണിയാട് വാർഡിലേക്ക് കടന്നു വരുന്നത്.
അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചേക്കാൻ കൂടുതൽ 300ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒരു വാർഡിൽ നിന്ന് എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാത്രം സ്വീകാര്യതയാണ് എനിക്ക് രാജർഷി വാർഡിലെ പ്രവർത്തനം കൊണ്ട് എനിക്ക് കാണിയാടി വാർഡിൽ കിട്ടിയത്. മാലിന്യ സംസ്കരണ രംഗത്ത് ഒത്തിരി സംഭാവനകൾ നമ്മുടെ വളരെ മാലിന്യ സംസ്കരണത്തിന് നമ്മുടെ സഹോദരിമാർ പോകുമ്പോൾ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നു. ഞാൻ അവരുടെ കൂടെ അവരുടെ ഒരു അംഗമായി, അവരുടെ ഒരു മകനായി അവരോടൊപ്പം നടന്ന് മാലിന്യ സംസ്കരണ കാര്യത്തിൽ ഏറ്റവും ഈ വാർഡിനെ മുൻപന്തിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒപ്പം കുടിവെള്ള പ്രശ്നം, ലൈറ്റുകൾ, ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിലും 2 ബഹുമാനായ MP ബെന്നി ബെഹനാൻ്റെ ഫണ്ടിൽ നിന്ന് നമ്മുടെ വാത്തോത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിന് മുമ്പിൽ കുറ്റയിലുള്ള ക്ഷേത്രമാണ്. ഒത്തിരി വിശ്വാസികൾ തടിച്ചു കൂടുന്ന പ്രദേശമാണ്. ഉത്സവങ്ങൾക്കും എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നു. അവിടെ ഒരു ലൈറ്റ് അവിടെ വെളിച്ചമില്ലാതെ കിടക്കാൻ ചെറിയോട് ചേർന്ന് മനോഹരമായ ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുവാൻ കഴിഞ്ഞു. ഒപ്പം നമ്മുടെ അയ്യങ്കുഴി, ഈ വാർഡിൻ്റെ അങ്ങേ പടിഞ്ഞാറേ അറ്റമായ അയ്യങ്കുഴി ക്ഷേത്രത്തിന് മുൻപിലും ബഹുമാനായ MP ഫണ്ട് ഉപയോഗിച്ച് ഹൈമാസ്റ്റ് ലൈറ്റ് കൊണ്ടുവരാൻ പറ്റി. ഒപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബുദ്ധിമുട്ടുന്ന മേഖലകളെ കണ്ടെത്തി അവരോടൊപ്പം പറഞ്ഞ ഓരോ ഗ്രാമസഭകളിലും പുതിയ പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നതിനും ജനത്തിന് എന്താണോ ആഗ്രഹം അതിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഗ്രാമസഭകളിൽ പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പോൾ 2 കൈ നീട്ടി സ്വീകരിച്ച് ഫണ്ട് ഒരു പ്രശ്നമല്ല എന്നുള്ള രീതിയിൽ ഫണ്ട് എവിടെ നിന്നാണെങ്കിലും കളക്ട് ചെയ്ത്, ഇപ്പോൾ CSR ഫണ്ടോ സർക്കാരിൻ്റെ ഫണ്ടോ മറ്റേ MP ഫണ്ടോ MLA ഫണ്ടോ ഒന്നും ഇല്ലാതെ വളരെ നല്ല കാര്യങ്ങൾ ഒത്തിരി 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റി. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരുന്നു, ഞാൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇവിടുത്തെ ആളുകളോട് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം പ്രവർത്തിച്ചതുകൊണ്ട് ഏത് കക്ഷി രാഷ്ട്രീയക്കാരോട് ചോദിച്ചാലും ബെന്നി പുത്തൻമേടൻ എന്തായിരുന്നു എന്ന് അവർ പറഞ്ഞു തരും. ആ ഒരു വീക്ഷണം അത് ഞാൻ എന്നും നിലനിർത്തും. എന്നിലുള്ള ആ വിശ്വാസം ഞാൻ എന്നും നിലനിർത്തും. ഞാൻ എൻ്റെ ഡിവിഷനിൽ വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് പൊതുജനം എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്തു കൊടുക്കാൻ ഞാൻ എന്നും അവരോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. നിങ്ങൾ അതുകൊണ്ട് എന്നെ ഈ ഡിവിഷനിൽ നിന്ന്, പുത്തൻകുരിശ് ഡിവിഷനിൽ നിന്ന് എൻ്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ കൈപ്പത്തിയിൽ വോട്ട് ചെയ്ത് എന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരഞ്ഞെടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി ബെന്നി, താങ്കൾ വിജയിച്ചു വരട്ടെ. താങ്കളൊരു ജില്ലാ പഞ്ചായത്ത് അംഗമായി വരണമെന്ന് ന്യൂസിന് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. ജനസംരക്ഷണം പരിപാടിയിലേക്ക് ഒരു പുതിയ സ്ഥാനാർത്ഥി കടന്നു വരുന്നതുവരെ വീണ്ടും ഒരു പരിപാടിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമസ്കാരം.